പാനൂർ സ്ഫോടനത്തിൽ സിപിഎമ്മിന് പങ്കില്ലെന്ന് പരിക്കേറ്റ വിനീഷിന്റെ പിതാവ് നാണു. ബോംബ് നിർമ്മിച്ചത് മകനും സുഹൃത്തുക്കളും ചേർന്നാണ്. മകൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് താനും പാർട്ടിയും ചോദ്യം ചെയ്തിരുന്നു. എന്തിനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് മകനും സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയൂ. സമഗ്രമായ അന്വേഷണം വേണമെന്നും വിനീഷിന്റെ പിതാവ് പറഞ്ഞു. പാർട്ടിൻ്റെ അറിവിൽ കൂടിയായി ഭയങ്കര പ്രസംഗമുണ്ട്. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടീൻ്റെ അറിവിലോ അല്ലെങ്കിൽ എൻ്റെ അറിവിലോ ഒരു അറിവിലില്ലാത്ത കാര്യങ്ങളായി നടന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ അവനും പിന്നെ അവൻ്റെ കൂടെ പെട്ട ആൾക്കാരും മാത്രം അവർ പാർട്ടിയോ കാര്യങ്ങൾ അറിയാതെ അവർ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി ചെയ്ത സംഭവമാണിത്. നിലവിലെന്ന് പറഞ്ഞാൽ ഇരുന്നുമ്പേ ഇതുപോലെ പല ഘട്ടത്തിൽ പല പ്രശ്നങ്ങൾ എൻ്റെ മകൻ ഉണ്ടായ സമയത്ത് പല പ്രാവശ്യം ഞാനടക്കം ഇടപെട്ടിട്ട് പല പാർട്ടി ഇടപെട്ടിട്ടും നല്ല രീതിയിൽ ഉപദേശിക്കുകയും ഇന്ന തെറ്റായ വഴിക്ക് പോകുന്നത് പല പ്രാവശ്യം പറഞ്ഞ് കേൾക്കേണ്ടതിന് ശേഷം പിന്നെ അവസാനം ഗത്യം തെളിഞ്ഞതിന് ശേഷം അവസാനം കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ അവനെ തള്ളി പറഞ്ഞതാണ് പാർട്ടി. പിന്നെ പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു യാതൊരു സ്ഥാനമോ കാര്യമോ ഒന്നുമില്ല. പിന്നെ ഒരു പാർട്ടി മെമ്പർ എന്നുള്ള എൻ്റെ ഒരു മകനായി എന്നുള്ള മാത്രമേ ഉള്ളൂ. ഓരോ പാർട്ടിയും ചില ഇതുവരെ മെമ്പർഷിപ്പിലോ അല്ലെങ്കിൽ പാർട്ടി സംഘടനാ സംവിധാനത്തിലോ ഒരു ചുമതലയോ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു പരിപാടിയില്ല. അങ്ങനെ വലിയതായ ഒരു സൗഹൃദ വലയായിട്ട് പോവുക. പക്ഷെ പോകുന്ന വഴി എന്താണെന്ന് ഏത് രീതിയിൽ പറഞ്ഞിട്ടും ആ രീതിയിൽ കാര്യങ്ങൾ ഞാൻ പോകുന്ന വഴി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പോയി. പക്ഷേ അവൻ്റെ ആ നടപടിയും പാർട്ടിയായിട്ട് ഒരു പുലബന്ധം പോലുമില്ല. അതാണ് ഇതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ. ഈ ഇപ്പം പിന്നെ ജയരാജനായിക്കോട്ടെ ടീച്ചറായിക്കോട്ടെ പരിപാടിക്ക് വരുന്നുണ്ടെങ്കിൽ പോയിട്ട് ചിലപ്പോൾ സെൽഫി എടുക്കും. ആ സെൽഫി എടുക്കുക അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇടും. അതിലാണ്ടെന്ന് പറഞ്ഞാൽ പാർട്ടി സംഘടനാ സംവിധാനമായിട്ട് ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തനം പിന്നെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ പാർട്ടി ഒരു ചാർജ് ഏൽപ്പിക്കില്ല. പിന്നെ പാർട്ടി മെമ്പർഷിപ്പിലുള്ള ഒന്നുമില്ല ഒരിക്കലുമില്ല. പിന്നെ അതുകൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനായിക്കോട്ടെ പാർട്ടീൻ്റെ ഒരു പ്രവർത്തനത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സ്ഫോടനമായിട്ടെന്ന് പറഞ്ഞാൽ ഇത് പാർട്ടി ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് അവർ ഈ പെട്ട കൂട്ടം വെച്ചാൽ അവർ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരെന്ത് താല്പര്യം വെച്ചാൽ അത് അവർക്കേ അറിഞ്ഞുകൂടും. അതാണ് അവർ ചെയ്തത്. മറ്റേത് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല പാർട്ടീനെ ഇത് വെച്ചിട്ടൊന്നുമില്ല. അത് അവർ വ്യക്തിപരമായ താല്പര്യങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയാൻ പറ്റൂ. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത്തരം കാര്യങ്ങൾ ഇനി ഒരു കാരണവശാൽ ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിയിട്ട് ഇതിൽ ആരെല്ലാം പെട്ടിന് എല്ലാവരെയും ചില നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ശക്തമായ ശിക്ഷ കൊടുക്കണമെന്നുള്ള എൻ്റെ അഭിപ്രായം. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുനിൽ, എന്താണ് ഇപ്പോൾ വിനീഷിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലുമായി രംഗത്തെത്താൻ കാരണം? ഈ സംഭവത്തിന് പിന്നാലെ പാർട്ടി പ്രതിരോധത്തിലായപ്പോഴാണോ വിനീഷിന്റെ അച്ഛൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയത്? ദിവ്യ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പാനൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM വലിയ പ്രതിരോധത്തിലാണുള്ളത്. മാത്രമല്ല, കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് തൊട്ടുമുമ്പ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം അടക്കമുള്ള ആളുകൾ വീട് സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്കാണ് CPM നീങ്ങുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിനീഷിന്റെ പിതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹം പറയുന്നത് മകൻ ബോംബ് നിർമ്മിച്ചത് CPMന്റെ അറിവോടെയല്ല, ബോംബ് നിർമ്മിച്ചത് മകനും സുഹൃത്തുക്കളും ചേർന്നാണ്. മാത്രമല്ല, മകൻ കഴിഞ്ഞ ഏറെക്കാലമായി തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനെ താനും പാർട്ടിയും ചോദ്യം ചെയ്തിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് പാർട്ടി മകനെ തള്ളി പറഞ്ഞത്. എന്തിനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് മകനും സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയൂ. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും വിനീഷിന്റെ പിതാവ് നാണു ആവശ്യപ്പെടുന്നുണ്ട്. നാണു നിലവിൽ CPMന്റെ പാർട്ടി അംഗമാണ്, ബ്രാഞ്ച് അംഗമാണ്. നേരത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു അദ്ദേഹം. ബോംബ് നിർമ്മിക്കാൻ മകനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് മാത്രമല്ല, നേതാക്കളുടെ കൂടെയുള്ള ചില സെൽഫികൾ പുറത്തു വരുന്നുണ്ട്, പ്രത്യേകിച്ച് P ജയരാജൻ, KK ശൈലജ ടീച്ചർ തുടങ്ങിയവർക്കൊപ്പം. അത് പക്ഷേ അങ്ങനെ സെൽഫി എടുത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുമായി ബന്ധമുണ്ടാകില്ലെന്നും ബിനീഷിന്റെ പിതാവ് പറയുന്നു. സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിനീഷിന്റെ 2 കൈപ്പത്തികളും ചിന്നിച്ചിതറിപ്പോയിരുന്നു. മാത്രമല്ല, ഇപ്പോഴും വിനീഷ് അബോധാവസ്ഥയിലാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം വെന്റിലേറ്ററിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വിനീഷിന്റെ പിതാവ് തന്നെ നേരിട്ട് രംഗത്തെത്തുകയും പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ബന്ധമില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നത്. സുനിൽ, വിനീഷിനും സുഹൃത്തുക്കളും അവർ ചേർന്നാണ്, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മിച്ചത് എന്നാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത്. വിനീഷിനും സുഹൃത്തുക്കൾക്കും പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ വിനീഷിന് ബന്ധമില്ല. മാത്രമല്ല, വിനീഷ് ഏറെക്കാലമായി ഗൾഫിലായിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് വിനീഷിന്റെ മാതാവിന് ചില അസുഖങ്ങളുണ്ടായി, ക്യാൻസർ രോഗം ബാധിച്ചു. ഇതേ തുടർന്ന് വിനീഷ് തിരികെ നാട്ടിലേക്ക് വരികയായിരുന്നു. അതിനുശേഷം വിനീഷും സുഹൃത്തുക്കളും ചേർന്ന് ചില തെറ്റായ വഴികളിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്.
ഇതിനെ പാർട്ടി പലവട്ടം ചോദ്യം ചെയ്തു. താനും പലപ്പോഴും വിനീഷിനെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് തിരികെ വരാൻ, അതിൽ നിന്ന് പിന്മാറാൻ വിനീഷ് തയ്യാറായില്ല. ഇതേ തുടർന്ന് പാർട്ടി തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ്. അത് നാട്ടുകാർക്കടക്കം ഉള്ളവർക്കെല്ലാം അറിയാം. അത് നാട്ടിലെ BJP പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇപ്പോൾ അവരതൊന്നും സമ്മതിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് വിനീഷിന് ഏതെങ്കിലും തരത്തിൽ പാർട്ടി ബന്ധമില്ല. ഈ വിനീഷ് ബോംബ് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വിനീഷിനും സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയൂ. പാർട്ടി ഏതെങ്കിലും തരത്തിൽ ബോംബ് ഉണ്ടാക്കാനോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും വിനീഷിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇത് പൂർണ്ണമായും ചില മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ചില അസാൻമാർഗിക പ്രവർത്തനങ്ങളിലായിരുന്നു വിനീഷും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബോംബ് ഉണ്ടാക്കിയത്. അക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടിയാണ് വിനീഷിന്റെ പിതാവ് നാണു മുന്നോട്ട് വയ്ക്കുന്നത്. യെസ്, പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ CPM പ്രതിരോധത്തിലായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷിന്റെ അച്ഛൻ നാണു തന്നെ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മകനും സുഹൃത്തുക്കളും ചേർന്ന് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചത്. പാർട്ടിയുമായി യാതൊരു ബന്ധമില്ല. മക്കൾക്ക്, മകനും സുഹൃത്തുക്കൾക്കും പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലുമില്ല. പാർട്ടിയുടെ അറിവോടെയല്ല ഈ ബോംബ് നിർമ്മാണം എന്നാണ് വിനീഷിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.